എല്ലാവരും ഉഷാറായി അടിച്ചേ. വീണ്ടും പ്രഗതിയിൽ ഒരു അപ്പോയിന്റ്മെന്റ് കൂടി. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരും കൊതിക്കുന്ന, സ്വപ്നം കാണുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നേടിയെടുത്തുകൊണ്ടാണ് മുഹമ്മദ് നസീബ് എന്ന് നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. മുഹമ്മദ് നസീബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം കിട്ടുന്നത് ഡിഗ്രി തല പരീക്ഷയായിട്ടുള്ള KSFE അസിസ്റ്റന്റ് ഗ്രേഡ് 2. അതിൽ ഏകദേശം 3000-ന് മുകളിൽ റാങ്ക് പുറകോട്ടാണ്. പിന്നീട് രണ്ടാമത് വന്നിരിക്കുന്നത് സ്റ്റേറ്റ് ലെവൽ എക്സാം ആയിട്ടുള്ള പ്രസൺ ഓഫീസർ. ആ പ്രസൺ ഓഫീസറിൽ കേരളത്തിൽ 64 റാങ്ക് കിട്ടി പ്രസൺ ഓഫീസറായിട്ട് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് നസീബ്. അതിനുശേഷം KP 4th ബറ്റാലിയൻ, കണ്ണൂർ കാസർഗോഡ് റീജിയനിലെ ആൾക്കാരാണ് KP 4th ബറ്റാലിയൻ, നമുക്കറിയാം. അതിൽ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നതാണ് അതിലൊരു 1ാം റാങ്ക് കിട്ടുവാണ്. ആ 1ാം റാങ്ക് നേടി പ്രഗതിയുടെ അഭിമാനം വാനോളം ഉയർത്തിയിരിക്കുന്ന ആളാണ് മുഹമ്മദ് നസീബ്. പിന്നീട് ഒരു പോലീസ് ആയി കഴിഞ്ഞാൽ ഏതൊരാളുടെ അടുത്ത ആഗ്രഹം എന്തായിരിക്കുന്നുണ്ടാവാ? സബ് ഇൻസ്പെക്ടർ ആവാന്നില്ല. ആ മത്സരം നമുക്കറിയാം, 14 ജില്ലയിലും മത്സരിക്കലാണ്, വിട്ടുകൊടുത്തില്ല. അവിടെയും പൊരുതി കേരളത്തിലെ 4ാം റാങ്ക് നേടി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ നിയമനമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ 2021-ലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. E3 ബാച്ചിലായിരുന്നു പഠിച്ചത്. ഉച്ചവരെയായിരുന്നു ക്ലാസ്. അതിനുശേഷം ഇരുന്ന് വൈകുന്നേരം വരെ ഒരു 6 മണി 7 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു ഇവിടെ. പിന്നെ പതുക്കെ കട്ട് ഓഫ് കടക്കാൻ തുടങ്ങി. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ടോപ്പിക്കിൽ ഫസ്റ്റ് വാങ്ങാൻ തുടങ്ങി. പിന്നെ മോഡലിലൊക്കെ മാർക്ക് തുടങ്ങി. അങ്ങനെ ഒരു ടീം വർക്കായിട്ടായിരുന്നു നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ സ്ട്രക്ചറും പ്രഗതിൻ്റെ സ്ട്രക്ചറും നന്നായിരുന്നു. അജയ് മാഷിൻ്റെ സപ്പോർട്ടും എല്ലാം ഉണ്ടായിരുന്നു. വീട്ടുകാരുടെ സപ്പോർട്ടും എല്ലാം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി കഴിഞ്ഞു.